ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്, അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പാർട്ട് 2. പാർട്ട് 2ലെ 4ാമത്തെ യൂണിറ്റ് ഫോർ ഹാഫ് ദ സ്കൈയിൽ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കാണുക. സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്, ഹേർട്ട് ഓഫ് എ വിമൺ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ അപ്രിസിയേഷൻ, അതായത് ആസ്വാദനം, മീനിങ് എന്നെല്ലാം പറയാം. അതിൻ്റെ അപ്രിസിയേഷൻ, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹേർട്ട് ഓഫ് എ വിമൺ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. For half the sky. You might have seen women fighting for their rights. Here is a poem about a woman who dreams of transforming her life through resilience and struggle. അപ്പോൾ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെയും സ്ട്രഗിളിലൂടെ ഒരു സ്ത്രീ അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ജോർജിയ ഡഗ്ലസ് ജോൺസൺ ആണ് ഇതിൻ്റെ ഓതർ, ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദി ഹേർട്ട് ഓഫ് എ വിമൺ. നമുക്ക് നോക്കാം. ദി ഹേർട്ട് ഓഫ് എ വിമൺ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. Afar o'er life's turrets and walls does it roam. In the wake of those echoes the herd calls home. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഹേർട്ട് ഓഫ് എ വിമൺ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ എന്ന് പറയണത് ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു. ഓക്കെ, ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. എന്താ? ചിറകടിച്ചുകൊണ്ട് അല്ലേ? സോഫ്റ്റ് വിങ്ങിങ്, സോഫ്റ്റ് ആയിട്ട് ചിറകടിച്ചുകൊണ്ട്. സോ റെസ്റ്റ്ലെസ്ലി ഓൺ. അതായത് റെസ്റ്റ്ലെസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ്ലി അസ്വസ്ഥതയോടെയാണ്, അവർ റെസ്റ്റ് ചെയ്യുന്നില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അഫാർ ഓയർ ലൈഫ്സ് ടററ്റ്സ് ആൻഡ് വാൽസ് ഡസ് ഇറ്റ് റോം. എന്താണ്? ഒരൊറ്റപ്പെട്ട പക്ഷിയെ പോലെ ജീവിതത്തിൻ്റെ ദൂരെയുള്ള ഗോപുരങ്ങളിലും താഴ്വരങ്ങളിലും ഒക്കെ, അത് ടററ്റ്സ് ആൻഡ് വാൽസ് എന്ന് പറയുന്നത് ഗോപുരങ്ങളിലും താഴ്വരകളിലും ഒക്കെ എന്ത് ചെയ്യണു? അലഞ്ഞു നടക്കുകയാണ്. ഇൻ ദ വേക്ക് ഓഫ് ദോസ് എക്കോസ് ദ ഹേർട്ട് കോൾസ് ഹോം. ഓക്കെ, ആ പ്രതിധ്വനികളുടെ പിൻബലത്തിൽ ഹൃദയം എന്താണ്? തിരിച്ച് വിളിക്കുകയാണ്, വീട്ടിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. ഹൃദയം തിരിച്ച് നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ ഈ പോയറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് ഇതിന് ഇൻഡയറക്റ്റ്ലി ഒരുപാട് മീനിങ്സ് ഉണ്ട്. അത് നമ്മൾ അപ്രിസിയേഷനിൽ പറയാം കേട്ടോ. ദി ഹേർട്ട് ഓഫ് എ വിമൺ ഫോൾസ് ബാക്ക് വിത്ത് ദി നൈറ്റ്. എന്താ പറയണത്? ഒരു സ്ത്രീയുടെ ഹൃദയം രാത്രിയോടൊപ്പം പിന്നോട്ട് പോവുകയാണ്. ആൻഡ് എൻഡേഴ്സ് സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്. അത് പിന്നെന്താ? അതിൻ്റെ ദുരവസ്ഥയിൽ ഏതോ അന്യഗ്രഹത്തിൻ്റെ കൂട്ടിലേക്ക് പോവുകയാണത്. സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ് ആൻഡ് ട്രൈസ് ടു ഫർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്. ഓക്കെ, അപ്പോൾ ദുരവസ്ഥയിൽ ഏതോ ഒരു അന്യഗ്രഹം, പറഞ്ഞ ഏലിയൻ കേജ് എന്ന് പറഞ്ഞാൽ അന്യഗ്രഹത്തിൻ്റെ ഒരു കേജിലേക്ക്, കൂട്ടിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെയോ ആൻഡ് ട്രൈസ് ടു ഫർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദി സ്റ്റാർസ്. നക്ഷത്രങ്ങളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു. വൈൽ ഇറ്റ് ബ്രേക്സ് ഓൺ ദ ഷെൽറ്ററിങ് ബാസ്. എന്താണ്? ആ കൂട്ടിലേക്ക് കയറി, പക്ഷെ എന്താ ശ്രമിക്കുന്നത്? ആ ഭയകേന്ദ്രമായിട്ടുള്ള ഷെൽറ്ററിങ് ബാസ്, ആ കമ്പികളൊക്കെ തകർക്കുകയാണ്. തകർത്ത് പുറത്ത് വരാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു വിമൺ, കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു വിമൺ, അവരവരുടെ സ്വപ്നങ്ങൾ, അവർ കൂട്ടിലടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ഉണ്ടാവുന്ന ഒരു വിമൺ അല്ലേ? പിന്നെന്താ? അവർ പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് മീനിങ് നോക്കാം നമുക്ക്. ഈ ഒരു 8 ലൈൻ വായിച്ചതുകൊണ്ട് കൂടുതലായിട്ട് ഇതിൽ ഇൻഡയറക്റ്റ് മീനിങ് ആണ്, ഡയറക്റ്റ് മീനിങ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ എന്താ പറയണതെന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് ആ വരികളുടെ മീനിങ് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. ആരും ഇത് മനസ്സിലായില്ല എന്ന് പറയരുത്. ആ വരികൾ എന്താണോ അർത്ഥമാക്കുന്നത് അത് മാത്രമാണ് പോയം വായിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിതിന് ശരിക്കുള്ള മീനിങ് എന്താണെന്ന് നോക്കാം, അപ്രിസിയേഷൻ നോക്കാം. The poem Heart of a Woman by Georgia Douglas Johnson is a poignant exploration of a woman's dreams, struggles and resilience. It uses the metaphor of a bird to represent the woman's heart. അപ്പോൾ ഇവിടെ ഒരു പക്ഷീനെയാണ് വിമന്റെ ഹൃദയവുമായിട്ട്, സ്ത്രീയുടെ ഹൃദയമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്ന ആരെയാണ്? ഒരു പക്ഷീനെയാണ് കേട്ടോ.
ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ആദ്യത്തെ 4 വരികളിൽ എന്ത് പറയണു നോക്കാം. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ ഹേർട്ട് ഇസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് ദാറ്റ് ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ ടു റോം ഓവർ ലൈഫ്സ് ടററ്റ്സ് ആൻഡ് വാൽസ്. ദിസ് ഇമേജറി സജസ്റ്റ് എ സെൻസ് ഓഫ് ഫ്രീഡം, hope and aspiration. The woman's heart is full of dreams and yearns for a life beyond its current circumstances. അപ്പോൾ പറയുന്നുണ്ടല്ലേ, രാവിലെ തന്നെ ആ ഹൃദയം രാവിലെ തന്നെ എന്ത് ചെയ്ത് തുടങ്ങാം, പക്ഷി രാവിലെ തന്നെ പറക്കുന്നത് പോലെയാണ് സ്ത്രീയുടെ ഹൃദയവും അല്ലേ. വാലി, അതായത് താഴ്വരകളും ഗോപുരങ്ങളും എല്ലാം അത് ലൈഫിനെയാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാ സ്ട്രഗിൾസും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് ദിസ് ഇമേജറി സജസ്റ്റ് എ സെൻസ് ഓഫ് ഫ്രീഡം, ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻ ആണ്. അതായത് സ്വാതന്ത്ര്യവും പ്രതീക്ഷയും ഒക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ ഫുൾ ഓഫ് ഡ്രീംസ് ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണ് അവരുടെ, എന്നിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. Second stanza presents a stark contrast. The heart falls back with the night. രാത്രി ആവുമ്പോൾ ആ ഹൃദയം തിരിച്ചു വരുന്നു. ആൻഡ് ഇറ്റ്സ് ട്രാപ്ഡ് ഇൻ എ ഏലിയൻ കേജ് അല്ലേ. രാത്രി തിരിച്ചു വരുന്ന ആ ഒരു പക്ഷീനെയാണ് ഇവിടെ ഹൃദയമായിട്ട് കമ്പയർ ചെയ്യണത്. രാത്രി തിരിച്ചെത്തിയുന്ന പക്ഷീനെ ഏലിയൻ കേജിൽ അടയ്ക്കുന്നു. സെയിം തിങ് ആണ്, രാത്രി ആ സ്ത്രീയുടെ ഹൃദയം തിരിച്ചെത്തുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടിൽ അടയ്ക്കുന്നു എന്നാണ് പറയണത്. ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ദ സൊസൈറ്റൽ ആൻഡ് പേഴ്സണൽ കോൺസ്ട്രെയിൻസ് ദാറ്റ് ലിമിറ്റ് എ വിമൻസ് ഫ്രീഡം ആൻഡ് ആസ്പിറേഷൻ. അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു എന്തുണ്ടാവും, ഒരു സ്വാതന്ത്ര്യ കുറവുണ്ടാവും അല്ലേ. ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ഫ്രീഡത്തിന് കുറവുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ദ ഹേർട്ട് ട്രൈസ് ടു ഫർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്. അപ്പോൾ ആ ഹൃദയം ഒരുപാട് ഡ്രീം ചെയ്തിട്ടുണ്ട്, ഒരുപാട് നക്ഷത്രങ്ങളെ ഡ്രീം ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട്, അത് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങളെയൊക്കെ അവർ മറക്കാൻ ശ്രമിക്കുന്നു അല്ലേ. ആൻഡ് ബ്രേക്സ് ഓൺ ദ ഷെൽട്ടറിങ് ബാസ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കൂടുകളല്ല, ആ കൂടിനുള്ള അടയ്ക്കുക എന്ന് പറയുമ്പോൾ അവരൊരുപാട് എന്താ പറയുക, സ്ട്രഗിൾ സഹിക്കുന്നു, അവരൊരു പെയിനിലാണ്, ഒരു വേദന സഹിക്കുന്നു എന്നൊക്കെയാണ്. അത് ഉടച്ച് പുറത്ത് വരിക, ആ ഒരു കേജ് ഉടച്ച് പുറത്ത് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. എഗൈൻസ്റ്റ് ദീസ് കൺഫൈനിങ് ബാരിയേഴ്സ് ദ ഷെൽട്ടറിങ് ബാർസ് ആർ എ പവർഫുൾ പാരഡോക്സ് ആസ് ദേ ആർ മെന്റ് ടു പ്രൊട്ടക്ട് ബട്ട് ഇൻസ്റ്റഡ് ഇംപ്രിസൺ. അപ്പോൾ നമുക്കറിയാം, ഒരു കൂട് എന്ന് പറയുമ്പോൾ ആ പക്ഷീനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ജയിൽ പോലെയാണല്ലേ. പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് നമ്മളവിടെ ഇല്ലാണ്ടാക്കുന്നത്. പക്ഷീനെ ഒരു ബേർഡിനെ നമ്മളൊരു കൂട്ടിൽ കൊണ്ടിട്ടാൽ അതിനെന്ത് സ്വാതന്ത്ര്യമാണുള്ളത്, പറക്കുമ്പോൾ അല്ലേ അതിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക. സെയിം തിങ് ആണ് ഒരു സ്ത്രീയുടെ കാര്യത്തിലും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ആ പ്രൊട്ടക്ഷൻ ഒരു തരത്തിൽ എന്താണ്, ഒരു ജയിൽ പോലെയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓവറോൾ ദ പോയം ഈസ് എ മൂവിങ് കമൻട്രി ഓൺ ദ ഡ്യുവാലിറ്റി ഓഫ് എ വിമൻസ് ലൈഫ്. അപ്പോൾ സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു ഡ്യുവാലിറ്റിയാണ് കാണിക്കുന്നത്. ദ ബൗണ്ട്ലെസ് ഡ്രീംസ് ആൻഡ് ദ ഹാർഷ് റിയാലിറ്റീസ് ദാറ്റ് ഓഫൺ കൺഫൈൻ ദം. അതായത് അതിരില്ലാത്ത സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ഹാർഷ് റിയാലിറ്റി ഉണ്ട് അല്ലേ. സത്യങ്ങൾ, അതായത് റിയാലിറ്റി കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കും. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് ഡെസ്പയർ. ഇത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്, മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഘർഷമാണ്. ആൻഡ് ദ എൻഡ്യൂറിങ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് സെൽഫ് റിയലൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിളാണ്, സ്വാതന്ത്ര്യത്തിനും സെൽഫ് റിയലൈസേഷനും വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളാണ് ഇവിടെ കാണിക്കുന്നത്. സോ ബേർഡ് ഒരു സ്ത്രീയുടെ ഹൃദയവുമായിട്ടാണ് ഇവിടെ ബേർഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്രിസിയേഷൻ വരുന്നത്. ഇനി നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ആദ്യത്തെ, ഹൗ ഡസ് ദ ഹേർട്ട് ഓഫ് എ വിമൺ ഫ്ലൈ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം? The heart of a woman flies forth with the dawn like a lone bird, soft winging and restlessly on. Next question, what is the heart of a woman compared to? The heart of a woman is compared to a lone bird. Third question, where does the heart roam? When does it fall back? The heart roams afar over life's turrets and valls. It falls back with the night. Where does the heart enter in its flight? The heart enters some alien cage in its flight. 5. What does the heart try to forget when it is in a cage? Answer, the heart tries to forget that it has dreamed of the stars when it is in a cage. 6th question, in the last line the poet uses the word break 3 times. 3 times break nu parandu. Why? The poet uses the word break 3 times to emphasize the repeated and painful struggle of the heart against its confinement. 7th, what does the sheltering bars in the poem mean?
The sheltering bars in the poem represent the constraints and limitations that prevent a woman from achieving her dreams and freedom. സ്ത്രീയുടെ ഷെൽട്ടറിങ് ബാസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്ത്രീക്കുള്ള പരിമിതികൾ അല്ലേ, ഒരുപാട് പരിമിതികളുണ്ട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഒരു ലിമിറ്റിൽ നിർത്തും അല്ലേ, ഒരു പരിധി കൽപ്പിക്കുന്നു. അത് സ്ത്രീകൾക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിൽ തടസ്സമാണ്. അതാണ് ഇവിടെ ഷെൽട്ടറിങ് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ്സാണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ക്ലാസ്സിലാണ് ആക്ടിവിറ്റീസ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.